മലപ്പുറം പ്രത്യേക രാജ്യം എന്ന പ്രസ്താവനയാണ് നടത്തിയത്. അപ്പോൾ ആ പ്രസ്താവന അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ രാജ്യം എന്നുള്ളതൊക്കെ രണ്ടാമത്തെ തിരുത്തിന്റെ ഭാഗത്താണ് വരുന്നത്. ആദ്യം മലപ്പുറം പ്രത്യേക രാജ്യം, അവിടെ ശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത്. അവിടെ ആരാണ് കൂടുതലുള്ള പോപ്പുലേഷൻ എന്നത് 54% എന്ന് 54 or 56 എന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്നെ ക്ലാരിഫൈ വരുത്തിക്കൊണ്ട് പറയുന്നുമുണ്ട്. അത്രയും പേർ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ അത്രയും മുസ്ലിങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാനുള്ള മറുപടി എന്താണ് എന്നത് നമ്മൾ കാത്തിരിക്കുകയാണ്. 5-ാം തീയതിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ഇന്നിപ്പോൾ 7-ാം തീയതിയായി, രണ്ടാമത്തെ ദിവസമാണ്. 48 മണിക്കൂറാകുന്നു ആ പ്രസ്താവന വന്നിട്ട്. ഇതിനകം തന്നെ ഒരു സൗണ്ട് ബൈറ്റ് വേണ്ട, ഒരു വാർത്താക്കുറിപ്പെങ്കിലും മുഖ്യമന്ത്രിക്ക് ഇറക്കാം. ഇങ്ങനെയുള്ള പ്രസ്താവനകളിൽ നിന്ന് നേതാക്കൾ അകലം പാലിക്കണം, ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നാടിന് ഭൂഷണമല്ല, അങ്ങനെയൊക്കെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. ആ ഒരു ശൈലിയിലുള്ള ഒരു വരി പോലും നമ്മൾ കണ്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല അല്ലെങ്കിൽ പങ്കെടുക്കരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മുഖ്യമന്ത്രി അതിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പരിപാടിയിൽ പോകും. അതല്ല, ഇനിയിപ്പോൾ വെള്ളാപ്പള്ളി നടേശന് മുഖ്യമന്ത്രിയും കൂടെ തീരുമാനിച്ചിട്ട് ആ പരിപാടിയിൽ ഭേദഗതി വരുത്തിയാൽ മാത്രമേ മുഖ്യമന്ത്രി അതിൽ പോകാതെ ഇരിക്കുകയുള്ളൂ എന്നതാണ്. ഇവിടെ RJDയുടെ സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ്, അതോടൊപ്പം INL ഘടകകക്ഷികളാണല്ലോ. അവരൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് എന്നതും നമ്മൾ കണ്ടതല്ലേ. CPI പറഞ്ഞു മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുന്ന പ്രസ്താവനയാണ്, മത സാമുദായിക നേതാക്കൾ ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് വർഗീസ് ജോർജ് കൃത്യമായിട്ട് പറയുകയാണ്. CPI പറയുന്നത് പിന്നെ ബിനോയ് വിശ്വം പറഞ്ഞാലും അത് അവിടെ നിൽക്കുകയാണല്ലോ ഇപ്പോൾ കുറെ കാലമായി. അതെ, ബിനോയ് വിശ്വം ആ സ്റ്റേറ്റ്മെന്റ് നടത്തുകയും ഇവിടെ P പ്രസാദിന്റെ പേര്, ആ ചിത്രം അവിടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബിനോയ് വിശ്വം പല വിഷയങ്ങളിലും, ഇപ്പോൾ 2-3 വിഷയങ്ങളായി നമ്മൾ കാണുന്നത് ബിനോയ് വിശ്വം കൃത്യമായ ഒരു ഇടത് സ്റ്റാൻഡ് എടുക്കുകയും എന്നാൽ അതിന് വേണ്ട രീതിയിൽ ഒരു എൻഡോഴ്സ്മെന്റ് CPIഎമ്മിൽ നിന്ന് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നത് പോലെയല്ല. മുന്നണി രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ തുറന്നെതിർക്കുന്ന ബിനോയ് വിശ്വത്തെയും ഇപ്പുറത്ത് പറഞ്ഞു എന്ന് വരുത്തുന്ന CPIഎമ്മിനെയും നമ്മൾ കാണുന്നതും അതും കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. INL പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഈ നവോത്ഥാന സംരക്ഷണ സമിതി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ മാറ്റണമെന്നാണ്. ഡയറക്റ്റ് ആണ്. അവരാണ് ഈ CPIയും RJDയും പറഞ്ഞതിനേക്കാൾ INL ആണ് ഡയറക്റ്റായി പറഞ്ഞത്. കാരണം അവർക്ക് അത് കോൺസിക്വൻസസ് ഉണ്ടാക്കും. ആ രീതിയിൽ പ്രതികരിച്ചില്ലെങ്കിൽ അവർക്ക് കോൺസിക്വൻസസ് ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് INLന്റെ ആ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങളിൽ പരിശോധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിൽ പക്ഷപാതം ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയുള്ള ഒരു വിവേചനം ഉണ്ടായിട്ടുണ്ട് എന്നതാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ തിരുത്തിനൊപ്പം അദ്ദേഹത്തിന്റെ 5-ാം തീയതി നടത്തിയ പ്രസംഗത്തിൽ നിന്നും തിരുത്തായി അദ്ദേഹം ഉൾപ്പെടുത്തുന്നത്. പക്ഷപാതം ഉണ്ടായിരിക്കുന്നു, കുറെ ആളുകൾക്ക് മാത്രം അനുവദിക്കുന്നു. അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു ആശങ്കയും അദ്ദേഹത്തിന്റെ ഒരു വിഷമവുമായി ആ രണ്ടാമത്തെ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇത്രയും നിയമോപദേശമൊന്നും വേണ്ടി വന്നില്ല. അദ്ദേഹം ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. രാജീവ് ചന്ദ്രശേഖറിനെതിരെ കളമശ്ശേരി ആ സമയത്ത് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ് അല്ലെ. കേന്ദ്ര സഹമന്ത്രിക്കെതിരെ കേസെടുക്കാനായിട്ട് ഒരു ആലോചനയുമില്ല, നിയമോപദേശം തേടേണ്ടതില്ല, കൃത്യമായി അതിൽ കേസെടുക്കുകയാണ്. എന്നാൽ ഇവിടെ 10-ലേറെ പരാതികൾ ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം പബ്ലിക് ഡൊമൈനിലുണ്ട്, അത് വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ആ പ്രസംഗത്തിന്റെ കണ്ടന്റ് എന്താണ് എന്നുള്ളത് മുഖ്യമന്ത്രി കേട്ടിട്ടുണ്ടാകും കേട്ടോ. കാരണം പാർട്ടി കോൺഗ്രസിന്റെ തിരക്കിലാണെങ്കിലും ഇപ്പോൾ ഇത്രയും ചർച്ചയായ സ്ഥിതിക്ക് അദ്ദേഹം കേട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നിട്ടും ഈ കേസെടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല എന്നതാണ്. ഈ കേസെടുത്താൽ നിൽക്കുമോ എന്ന് പരിശോധിക്കുകയാണ് എന്നതാണ് ഈ പരാതി കൊടുത്ത ആളുകൾ ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത്. അവിടെയും ഒരു ഇരട്ടത്താപ്പില്ലേ. ചിലരാകുമ്പോൾ, അതായത് പ്രിയപ്പെട്ടവരാകുമ്പോൾ കേസെടുക്കുന്ന കാര്യത്തിൽ പോലും പതുക്കെയാണ് പോകുന്നത്. പതുക്കെ ചോദിച്ച് പറഞ്ഞ് വെള്ളാപ്പള്ളി സമ്മതിച്ച് അങ്ങനെയൊക്കെ കേസെടുക്കുകയുള്ളൂ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനില്ലാത്ത, ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനാണല്ലോ, അദ്ദേഹം തന്നെ അതിന് മറുപടി പറയട്ടെ. അദ്ദേഹത്തിനില്ലാത്ത എന്ത് ഇമ്മ്യൂണിറ്റിയാണ്, കേന്ദ്രമന്ത്രി ആയിരുന്ന രാജീവ് ചന്ദ്രശേഖരനില്ലാത്ത എന്ത് ഇമ്മ്യൂണിറ്റിയാണ് വെള്ളാപ്പള്ളി നടേശനുള്ളത്, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിക്കുള്ളത്? അത് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഈ പരിപാടിയിലേക്ക് പോകുമ്പോൾ പോകുന്നതിന് മുൻപ് അദ്ദേഹം മറുപടി പറയേണ്ട ചോദ്യങ്ങളാണിതൊക്കെ. ഇനി 5-ാം തീയതി നടത്തിയ ഈ പ്രസംഗം, ആ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ പരിശോധിച്ചോ? പോലീസ് പരിശോധിച്ചിട്ട് അല്ലെങ്കിൽ ഉന്നത പോലീസ് വൃത്തങ്ങളിൽ നിന്ന് എന്താണ് കിട്ടിയിരിക്കുന്ന ഉപദേശം? അതും സൈലന്റ് ആണ്, ആ ഭാഗവും സൈലന്റ് ആണ്. അപ്പോൾ ഇതിൽ കേസെടുക്കാനൊന്നും പോകുന്നില്ല എന്ന് മാത്രമല്ല, ആ പ്രസംഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ച കാര്യത്തിലൊന്നും ഒരു കുഴപ്പവുമില്ല എന്നതാണ് സർക്കാരിന്റെ സ്റ്റാൻഡ് എന്ന് മലയാളികൾ, മലപ്പുറംകാർ ഒക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇതിൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇനി സിറാജിന്റെ ഇന്നത്തെ മുഖപ്രസംഗം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണുമല്ലോ. സമസ്ത AP വിഭാഗത്തിന്റെ മുഖപത്രമാണല്ലോ സിറാജിന്റെ മുഖപ്രസംഗത്തിൽ ഈ മന്ത്രിമാർ ഈ സ്വീകരണത്തിൽ പങ്കെടുക്കരുത്, മുഖ്യമന്ത്രി പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, മന്ത്രിമാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കാം ആ വരി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മതേതര കേരളത്തിന്റെ വികാരം മാനിച്ച് പരിപാടിയിൽ നിന്ന് പിന്മാറണം എന്നതാണ് അവർ പറഞ്ഞിരിക്കുന്ന വരി. വെള്ളാപ്പള്ളി നടേശൻ അതേസമയത്ത് എന്താണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരു വാക്ക് പോലും പിൻവലിക്കാനില്ല എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ശ്രീനാരായണീയർക്ക് മലപ്പുറത്ത് പിന്നോക്കാവസ്ഥയാണ്, ലീഗിലെ സമ്പന്നരാണ് മലപ്പുറത്തെ വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നത്. അതിൽ ലീഗിൻ്റെ തന്നെ ആളുകൾ വന്നിട്ട് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ MESന്റെ പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞല്ലോ. അതായത് ഈ സ്ഥാപനം തുടങ്ങുന്നതിനായി അദ്ദേഹം അവിടെ ശ്രമിക്കുകയും അവിടെ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെങ്കിൽ അദ്ദേഹം പറയുന്നത് വാദത്തിന് വേണ്ടിയെങ്കിലും സമ്മതിക്കാം. പക്ഷേ അദ്ദേഹം അത് ശ്രമിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശന് അവിടെ ഒരു കോളേജ് തുടങ്ങാൻ
തുടങ്ങാൻ, ഒരു സ്കൂൾ തുടങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയും കാലം, അതായത് ഇപ്പോൾ രണ്ടാമത്തെ ടേം ഏകദേശം പൂർത്തിയായി, മൂന്നാം ടേമും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയുന്നു മൂന്നാമത്തെ ടേമിലേക്ക് എത്തുമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വെള്ളാപ്പള്ളി നടേശൻ ഒരു സ്കൂളും കോളേജും തുറക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കാത്ത എന്ത് ഇടത് സർക്കാരാണിത്? വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിക്കുന്ന ഈഴവ വോട്ട് മുഴുവൻ ഇടതുപക്ഷത്തേക്ക് വരുന്നതിൽ ഏറ്റവും സന്തോഷിച്ചിരിക്കുന്ന, ഇപ്പോൾ കുറച്ചൊന്ന് അടർന്നു പോയപ്പോഴേക്കും അതിൽ വിലപിച്ചിരിക്കുന്ന ഇടതുപക്ഷം എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ അവഗണിച്ചത്? അത് ശരിയല്ല. വെള്ളാപ്പള്ളി നടേശനെയും SNDPയെയും അവഗണിച്ചത് ശരിയല്ല. അവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ 14 ജില്ലയിലും തുടങ്ങാനായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങളൊക്കെ, സാറിൻ്റെ വാക്ക് ഞാനൊന്ന് കടമെടുക്കുകയാണ്, അപ്പോൾ ആ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപേക്ഷ നൽകുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായി അവർക്ക് കൊടുക്കേണ്ടതല്ലേ? അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ അവഗണിച്ചിട്ടിരിക്കുകയാണ്. പൈസയും കൂടെ സർക്കാർ കൊടുക്കണം, പൈസ കൊടുക്കൂല. അല്ല, ഇത് അദ്ദേഹത്തിന് ഇപ്പോൾ ലീഗിന്റെ സമ്പന്നര് മലപ്പുറത്തെ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്നു. അതിനൊരു പരിഹാരം വേണ്ടേ? അവിടുത്തെ ശ്രീനാരായണീയർക്ക് വായു ശ്വസിക്കണ്ടേ? ആ വായു ശ്വസിക്കുന്നതിന് വേണ്ടി SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി മുന്നിട്ടിറങ്ങി മലപ്പുറത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണം. ഇപ്പോൾ പലരും ഇതിനെതിരെ പറയുന്ന ആളുകൾ പറയുന്നത് പോലെ വെള്ളിയാഴ്ച അടപ്പിക്കും, നോമ്പുകാലത്ത് തുറപ്പിക്കില്ല, പിന്നെ അതുപോലെ തന്നെ വെക്കേഷൻ ക്ലാസ് വെപ്പിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. SNDPയുടെ സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ കൃത്യമായി അവിടെ സ്ഥാപനങ്ങൾ നടത്താൻ സാധിക്കും. അപ്പോൾ അതിനൊക്കെ അദ്ദേഹം മുൻകൈയിട്ടിറങ്ങണം. മലപ്പുറത്ത് അദ്ദേഹം ഈ ലീഗിലെ സമ്പന്നർ മാത്രം അങ്ങനെ കൈയാള 54% അല്ലേ ഉള്ളൂ, ബാക്കി എല്ലാവരും ചേർന്ന് വരുമ്പോൾ 46% ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് സുഖമായിട്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞത് ദേശാഭിമാനിയുടെ ലീഡ് കൂടി ഞാനൊന്ന് കോട്ട് ചെയ്യാണ് കേട്ടോ. എന്താണ് സർക്കാരിൻ്റെയും പാർട്ടിയുടെ സ്റ്റാൻഡ് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ നേരറിയാൻ ദേശാഭിമാനി വായിക്കണമല്ലോ. അപ്പോൾ ഞാൻ ദേശാഭിമാനിയും വായിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ മതേതര കാപട്യവും സ്ഥാപിത താല്പര്യവും തുറന്നു കാട്ടിയതിന് തന്നെ വർഗീയവാദിയും മുസ്ലിം വിരോധിയുമായി ചിത്രീകരിക്കുന്നു. അതാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗത്തിൽ നിന്ന് ലീഡായി ദേശാഭിമാനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി പോകുമോ ഇല്ലയോ? പോകും, പോയിരിക്കും. അതാണ് ദേശാഭിമാനിയുടെ ലീഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രി പോയിരിക്കും. ഇനി ശ്രീനാരായണീയ തത്വം ഉയർത്തിപ്പിടിക്കുന്ന SNDP യോഗത്തിന് മതവിരോധം സാധ്യമല്ല. വെള്ളാപ്പള്ളി നടേശനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുന്നതാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണെന്ന് വിശ്വസിക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നതാണ് ദേശാഭിമാനിയിലൂടെ CPI പറഞ്ഞു വെക്കുന്നത്. ഇല്ല, ശ്വാസമൊന്നും മുട്ടിയിട്ടില്ല. ഇതാണ് ലീഡ്. ദേശാഭിമാനി വാർത്തയുടെ ലീഡാണ് ഞാനിപ്പോൾ കോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ലീഗിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നതും ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. സംവരണ സമുദായ മുന്നണിയായി യോഗം ലീഗിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ UDF സർക്കാരിനെ ഉപയോഗിച്ച് അവർ നേട്ടം കൊയ്തു. ഒരു സ്വാശ്രയ സ്ഥാപനം പോലും അന്ന് യോഗത്തിന് അനുവദിച്ചില്ല. അത് തിരിച്ചറിഞ്ഞ് നിലപാട് സ്വീകരിച്ചതോടെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാൻ തുടങ്ങി. എങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധൻ എന്ന ആ ഒരു മേലങ്കിയിലേക്ക് വന്നു വീണു? അവിടെയും വെള്ളാപ്പള്ളി ത്യാഗിയായ വെള്ളാപ്പള്ളിയെ അവിടെ കൃത്യമായി വരച്ചു വെക്കുന്നുണ്ട് പാർട്ടിയുടെ മുഖപത്രം. അപ്പോൾ നമ്മൾ സിറാജിലേക്കൊന്നും പോകണ്ട, ദേശാഭിമാനി വായിച്ചാൽ മതി. ദേശാഭിമാനിയിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിനെതിരെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് എന്നുള്ളത് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പിന്നെ പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് മനസ്സിലാവില്ലേ? പാർട്ടിയുടെ നേതാക്കൾക്ക് മനസ്സിലാകില്ലേ? അതുകൊണ്ടാണ് ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ മറ്റാരെങ്കിലും ആയിരുന്നു അപ്പുറത്തെങ്കിൽ, രാജീവ് ചന്ദ്രശേഖറാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇതാകുമായിരുന്നില്ല MA ബേബിയുടെ ഇന്നത്തെ പ്രതികരണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണമോ സ്റ്റേറ്റ്മെന്റോ ഉടൻ തന്നെ വന്നേനെ. ഓർഗനൈസറിലെ ലേഖനത്തെക്കുറിച്ച് പാർട്ടി കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് പ്രസ്താവന ഇറക്കാമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇതിൽ പ്രതികരിക്കാം. അദ്ദേഹം പ്രതികരിക്കാതെ വിട്ടിരിക്കുന്നു. ദേശാഭിമാനിയിലെ ലീഡ് നമ്മൾ കാണുകയാണ്. അപ്പോൾ കാന്തപുരം വിഭാഗത്തിന്റെ മുന്നറിയിപ്പൊക്കെ അവിടെ നിൽക്കത്തേ ഉള്ളൂ. വെള്ളാപ്പള്ളി നടേശന്റെ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി പോകും എന്നുള്ളതാണോ ദേശാഭിമാനിയിലെ ഈ വാർത്തയുടെ ലീഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതാണ് മലപ്പുറംകാരോടുള്ള എൻ്റെ ചോദ്യം. ഇനി രണ്ട് കാര്യങ്ങളാണല്ലോ, ഈഴോ വോട്ട് വേണോ കാന്തപുരം വോട്ട് വേണോ, ഇത് രണ്ടും വേണമല്ലോ, രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂസിംഗ് സിറ്റുവേഷനാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം. ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2021 തെരഞ്ഞെടുപ്പിൽ നമ്മൾ അന്ന് വിലയിരുത്തിയതാണ്. 67 CPIM-നും 99 കിട്ടി. LDF തുടർ ഭരണത്തിലേക്ക് വരുന്ന 2021 സാഹചര്യം. അന്ന് ഈഴവ വോട്ടുകളെല്ലാം ഇൻടാക്റ്റ് ആയിട്ട് കിട്ടി എന്നുള്ളൊരു വിലയിരുത്തലാണ് അദ്ദേഹം നിൽക്കുന്നത്. പക്ഷേ ഈ പരമ്പരാഗത വോട്ട്, സ്വാധീന മേഖല, അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്ന ഈഴവ വോട്ടുകൾ 2024 ആകുമ്പോൾ കൃത്യം 3 വർഷം കഴിയുമ്പോഴേക്കും ജനസംഖ്യയുടെ 23% വരുന്ന ഈഴവ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ആ ഷിഫ്റ്റിനെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നുണ്ട്. ആ ഷിഫ്റ്റ് ചെയ്ത വോട്ടുകൾ തിരിച്ചു വരണമെന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി SNDP യൂണിയന്റെ പരിപാടിയിൽ പോകാതിരിക്കുന്നത് എങ്ങനെയാണ്? പരിപാടിയിൽ പോകുമെന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെ നിങ്ങളൊന്നും ആഗ്രഹിക്കുന്നത് പോലെ ഈ നവോത്ഥാന സമിതിയൊക്കെ വെള്ളാപ്പള്ളി നടേശൻ ഇരുന്ന് തന്നെ നടക്കുകയുള്ളൂ. അല്ലായെന്നുണ്ടെങ്കിൽ ആ സമിതി ആകെ പിരിച്ചുവിട്ടുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ടുവരണം. അവിടെ ഹുസൈൻ മടവൂരോ പുന്നല ശ്രീകുമാറോ ഒക്കെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മാഡം. 2024 AM ആരിഫിന് ആലപ്പുഴയിൽ കുറഞ്ഞത് 8.76% വോട്ടാണ്. ശോഭാ സുരേന്ദ്രന് 17 നിന്ന് 28 ഉയർന്നു. ആ സിമ്പിൾ മാത്തമാറ്റിക്സ് മതി മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയും ചേർത്തലയിലെ ഈ പരിപാടിയിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്താണെന്ന് മനസ്സിലാക്കാൻ.